വിദേശത്ത് മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ജർമ്മനി തിരഞ്ഞെടുക്കണം എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിദേശ പഠനത്തിന് താല്പര്യമുള്ളവരാണ്. അവർ പല കോഴ്സിന് പല രാജ്യത്തേക്ക് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. പൊതുവെ നാം തിരഞ്ഞെടുക്കാറുള്ള രാജ്യങ്ങൾ US, കാനഡ, UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജർമ്മനി, ഫ്രാൻസ് മുതലായ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിൽ എൻ്റെ അഭിപ്രായത്തിൽ മാസ്റ്റേഴ്സിന് മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ജർമ്മനി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ കാരണം, ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ എഡ്യൂക്കേഷൻ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമുക്ക് അവിടെ ട്യൂഷൻ ഫീ നൽകേണ്ടതില്ല. നമ്മൾ US കാനഡയിലോ ഓസ്ട്രേലിയയിലോ UK എല്ലാം പഠിക്കണമെങ്കിൽ നമുക്ക് ട്യൂഷൻ ഫീ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഭാരിച്ച ട്യൂഷൻ ഫീ ഇല്ലാതെ തന്നെ നമുക്ക് മാസ്റ്റേഴ്സ് പഠനം ജർമ്മനിയിൽ സാധ്യമാണ്. രണ്ടാമത്തെ കാര്യം, ജർമ്മനി എന്ന രാജ്യമാണ്. ജർമ്മനി എന്ന രാജ്യം ഇന്ന് യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. ലോകത്തിലെ തന്നെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ജർമ്മനി. ജർമ്മനി ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു രാജ്യമാണ്. സാമ്പത്തിക മാന്ദ്യങ്ങളും മറ്റും പലപ്പോഴും ജർമ്മനിയെ അത്ര ബാധിക്കാറില്ല. വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു രാജ്യമാണ് ജർമ്മനി. അപ്പോൾ ഇനിയുള്ള തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസവും ആ വിദ്യാഭ്യാസത്തിന് അനുസൃതമായിട്ടുള്ള ജോലിയുമെല്ലാം ലഭ്യമാകാൻ സാധ്യതയുള്ളൊരു രാജ്യമാണ് ജർമ്മനി. അതുപോലെ തന്നെ ജർമ്മനിയിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, മറ്റു വിധത്തിലുള്ള വികസനങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിൽ പഠിക്കാൻ പോകുമ്പോൾ ആ രാജ്യത്തെ വികസിതമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുവാനും അവിടെ പഠിക്കുവാനും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുമെല്ലാം തിരഞ്ഞെടുക്കാനുള്ള അവസരം ആ രാജ്യത്തെ ലഭ്യമാണ്. കൂടാതെ ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കുവാനും പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭ്യമാകുവാനും പാർട്ട് ടൈം ജോലിക്ക് നല്ല വേതനം കിട്ടുവാനുമുള്ള എല്ലാ അവസരവും ജർമ്മനിയിലുണ്ട്. കൂടാതെ മാസ്റ്റേഴ്സ് പഠനത്തിനിടയിൽ വേണമെങ്കിൽ 1 വർഷം ബ്രേക്ക് എടുത്ത് ഫുൾ ടൈം ജോലി ചെയ്യാനൊക്കെയുള്ള അവസരം ജർമ്മനിയിലുണ്ട്. പഠനശേഷം നമുക്ക് ജോലി ലഭ്യമാകുവാനുമുള്ള സാധ്യത ജർമ്മനിയിൽ വളരെ കൂടുതലാണ്. ഒരു വിദ്യാർത്ഥി മാസ്റ്റേഴ്സ് പഠനം കഴിഞ്ഞ് ജർമ്മനിയിൽ ലഭ്യമായിട്ടുള്ള 18 മാസത്തെ സ്റ്റേ ബാക്ക് പീരീഡിൽ അവിടെ ഒരു ജോലി സംഘടിപ്പിച്ച് ആ രാജ്യത്തെ നിലനിൽക്കുവാനും പിന്നീട് അവിടെ PR-ഉം സിറ്റിസൺഷിപ്പും എല്ലാം നേടുവാനും ഒക്കെ ജർമ്മനി വളരെ സൂട്ടബിളായിട്ടുള്ള ഒരു രാജ്യമാണ്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയുടെ കാലാവസ്ഥ മറ്റ് യൂറോപ്പിലെ രാജ്യങ്ങളിൽ നിന്നും കുറച്ചുകൂടി നമുക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുള്ള ഒരു രാജ്യമാണ്. തണുപ്പുള്ള രാജ്യമാണെങ്കിലും എക്സ്ട്രീമായിട്ടുള്ള ക്ലൈമറ്റ് ജർമ്മനിയിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സാഹചര്യത്തിലൊക്കെ ഏകദേശം അനുകൂലമായി ജീവിക്കുവാനൊക്കെയുള്ള അവസരം ജർമ്മനിയിലുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥയുടെ വൈവിധ്യവും അതുപോലെ ഭൂപ്രകൃതിയുടെ വൈവിധ്യവും എല്ലാം ജർമ്മനിയിലുണ്ട്. ജർമ്മനിയിലെ ഭക്ഷണം, അതുപോലെ തന്നെ യാത്ര, ഇതെല്ലാം യുവാക്കളും യുവതികളുമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യമുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ഫുഡും അവിടുത്തെ ട്രാവലും ലോകത്തിൽ തന്നെ പേര് കേട്ടിട്ടുള്ള രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയിലെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ലോകത്തിന് മുമ്പിൽ വളരെ പേര് കേട്ട ഒന്നാണ്. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷയും അതുപോലെ തന്നെ ജോലിയുടെ സുരക്ഷയും എല്ലാം ആ രാജ്യത്തുണ്ട്. ജോലി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ജോലിയില്ലാത്തതിൻ്റെ വേതനം പോലും ലഭ്യമാകുന്ന രാജ്യമാണ് ജർമ്മനി. അതുപോലെ തന്നെ ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ, ജീവിത സുരക്ഷ, ഇതെല്ലാം ആ രാജ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയിലെ ഭാഷ ജർമ്മൻ ആണെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ജർമ്മനി എപ്പോഴും വെൽക്കം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഇംഗ്ലീഷ് അറിയാം. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ജർമ്മനിയിൽ ചെന്നും നാം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുവാൻ വേണ്ടി തയ്യാറാവുന്നത്. അതേസമയം മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല. ഇംഗ്ലീഷ് ഒരു പഠന ഭാഷയല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെക്കാളും ഇംഗ്ലീഷ് പഠന ഭാഷയായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെയാണ് ജർമ്മനി കൂടുതലും വെൽക്കം ചെയ്യുന്നത്. ജർമ്മനി എന്ന രാജ്യം ഇന്ന്
ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. യങ് ജനറേഷന് ആ രാജ്യത്തിന് ആവശ്യമുണ്ട്. യങ് ബ്ലഡഡ് ആയിട്ടുള്ള ആ രാജ്യത്ത് ചെന്ന് പഠിച്ച് അവിടെ ജോലി ചെയ്യുവാനും അവിടെ ജീവിക്കുവാനും ആ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യുവാനും ഒക്കെ കഴിയുന്ന ആളുകളെ, ക്വാളിറ്റിയുള്ള ആളുകളെ ആ രാജ്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല മെറിറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രിക്ക് ബാച്ചിലേഴ്സിന് 65% അതിലധികം മാർക്കുള്ളൊരു മെറിറ്റുള്ള വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പഠനത്തിന് ജർമ്മനി തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഫ്രീ ആയി അവിടെ പഠിക്കാം. നിങ്ങൾക്ക് ഏത് നിലവാരത്തിലും ജർമ്മനിയിൽ ഫ്രീ ആയി പഠിക്കുന്നതിന് സാധ്യമാണ്. നിങ്ങളുടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗവേഷണ ബിരുദം നേടുന്നതിനും നിങ്ങളുടെ PhD ചെയ്യുന്നതിനുമെല്ലാം ജർമ്മനിയിൽ അവസരമുണ്ട്. നിങ്ങളുടെ പഠനത്തിനനുസരിച്ചുള്ള ഒരു ജോലിയും ആ രാജ്യത്ത് ലഭ്യമാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ ഭാവി ജർമ്മനി എന്ന രാജ്യത്ത് വളരെ സുരക്ഷിതമായിരിക്കും. ഏക ന്യൂനത എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഭാഷ ജർമ്മനാണ്, ഇംഗ്ലീഷല്ല. അവിടെ എത്തുന്നൊരു വ്യക്തി ക്രമേണ ജർമ്മൻ ഭാഷ പഠിക്കുകയും ആ ഭാഷയിൽ ജീവിക്കാൻ തയ്യാറാവുകയും വേണമെന്നുള്ളത് ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. EduFlair, education driven by passion.